ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നോമ്പിൽ 4-ാം ഞായർ. നമ്മുടെ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയും പീഡാനുഭവവും കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പുമൊക്കെ ധ്യാനിക്കുന്ന ഈ ദിനങ്ങൾ നാം ഓരോരുത്തർക്കും അനുഗ്രഹത്തിനും രൂപാന്തരത്തിനും ഇടയാക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ വിശുദ്ധ ദിവസത്തിലെ അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 15 വേഴ്സസ് 21 to 28. അതിൻ്റെ 28-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ഇന്നത്തേക്ക് സഭയായി തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം സകലർക്കും വീണ്ടെടുപ്പ് സാധ്യമാക്കുന്ന യേശുക്രിസ്തു. ജീസസ് ക്രൈസ്റ്റ് ഹു മേക്സ് റിഡംഷൻ പോസിബിൾ ഫോർ എവരി വൺ. നാം ഈ വായിച്ച വാക്യത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന ഒന്നാണല്ലോ, വളരെ പരിചിതമായ ഒന്നാണല്ലോ. 15-ാം അധ്യായം 21-ാം വാക്യം മുതൽ നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ, ഒരു കനാന്യ സ്ത്രീ തൻ്റെ മകളുടെ രോഗസൗഖ്യത്തിനായി കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നതും അപ്പോൾ അവൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പല പ്രതികൂലങ്ങളും നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. ആ പ്രതികൂലങ്ങളും അവൾ വിശ്വാസത്തിൽ ആ പ്രതികൂലങ്ങളെയൊക്കെ എങ്ങനെ ജയിക്കുന്നു എന്നുള്ളതുമാണ് നമുക്കിന്ന് അല്പനേരം ചിന്തിക്കുവാനായിട്ടുള്ളത്. ആദ്യമായി കനാന്യ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ വേറൊരു ജാതിയിൽ ജനിച്ച സ്ത്രീയായിരുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. സൊറോഫോയിക്ക ജാതിയിലുള്ള ഒരു സ്ത്രീ ആയിരുന്നുവെന്ന് നമുക്കവിടെ വായിക്കുവാനായിട്ട് സാധിക്കും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ യഹൂദന്മാർ കനാനിൽ പ്രവേശിക്കുകയും ഈ ജാതികളെയൊക്കെ പുറത്താക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതൊക്കെ പഴയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. യഹൂദന്മാരും ഗോത്രവംശജരും തമ്മിൽ പകയും വിദ്വേഷവും വെറുപ്പുമൊക്കെ നിറഞ്ഞ പശ്ചാത്തലത്തിലും പാരമ്പര്യത്തിലുമായിരുന്നു ഈ സ്ത്രീ ജനിച്ചത് തന്നെ. ഇങ്ങനെ വളരെ മുൻവിധിയോടുകൂടി ഇവൾ വളർന്നുവെങ്കിൽ തന്നെയും യേശുവിനെക്കുറിച്ച് അവൾ കേട്ടിരുന്നു. ആ വിശ്വാസം അവളെ വിപരീത സാഹചര്യങ്ങളൊക്കെ അതിജീവിക്കുവാൻ ശക്തി നൽകുന്നതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യഹൂദനായിരിക്കെ തന്നെ തൻ്റെ മകളെ രക്ഷിക്കുവാൻ യേശുവിന് സാധിക്കും എന്നവൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. ഒരുപക്ഷെ അവളുടെ അയൽക്കാർ ഇതറിഞ്ഞുവെങ്കിൽ, അവളുടെ സമൂഹം ഇതറിഞ്ഞുവെങ്കിൽ അവളുടെ ദൈവത്തോട് വഞ്ചന കാണിക്കുന്നു എന്ന് പറഞ്ഞ് അവളെ പിന്തിരിപ്പിക്കുമായിരുന്നു. പക്ഷേ ഇതൊന്നും അവളുടെ വിശ്വാസത്തിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കുന്നതായി നാം കാണുന്നില്ല. ലാസറിന് സുഖമില്ലാതെയായപ്പോൾ സഹോദരിമാർ കർത്താവിൻ്റെ അടുക്കിലേക്ക് ആളിനെ അയക്കുന്നതായി നാം കാണുന്നു. അവർക്ക് യേശുവിനെ നന്നായി അറിയാമായിരുന്നു. അവൻ അവർക്കൊരു സ്നേഹിതനായിരുന്നു, അവരുടെ ഭവനത്തിൽ താമസിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു. അങ്ങനെ അവർക്ക് യേശുവിനെക്കുറിച്ച് നല്ല അറിവും വിശ്വാസവും ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഈ കനാന്യ സ്ത്രീക്കാകട്ടെ ഇതുപോലുള്ള യാതൊരു അറിവോ അനുഭവവുമോ ഇല്ല. വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ തക്ക വ്യക്തിപരമായ ഒരു പരിചയവും അവൾക്കില്ല. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഇവളുടെ വിശ്വാസം ഒന്ന് വിലയിരുത്തേണ്ടത്. കർത്താവ് പോലും വിശ്വസിച്ചു പറയുകയാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമതായി, അവൾ ഇങ്ങനെ സൗഖ്യത്തിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് പറയുന്നു, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന്. തീർച്ചയായും അല്പം വിശ്രമിക്കുവാൻ വേണ്ടിയായിരുന്നിരിക്കണം അവർ അവിടേക്ക് വന്നത്. ആ സമയത്തുള്ള ഈ സ്ത്രീയുടെ വരവ് അവർക്ക് അരോചകമായി തോന്നിക്കാണണം. ഇവളുടെ നിലവിളി കേട്ട് ആളുകൾ ഓടിക്കൂടുന്നതിന് മുമ്പേ അവളെ പറഞ്ഞയച്ചാൽ സ്വൈര്യം കിട്ടുമല്ലോ എന്ന് അവർ കരുതി. ശിഷ്യന്മാരുടെ ഈ രീതിയിലുള്ള പെരുമാറ്റമോ എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞയക്കുവാനുള്ള വ്യഗ്രതയോ ഒന്നും അവളെ അധൈര്യപ്പെടുത്തുന്നില്ല എന്നതാണ് നമ്മെ ചിന്തിപ്പിക്കേണ്ടത്. കർത്താവിനോട് കൂടെ നിന്നവർ പോലും എതിരായിട്ടും അവളുടെ വിശ്വാസം വർദ്ധിച്ചു വരുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒടുവിലായി അവൾക്ക് ഒരു തടസ്സം കൂടെ നേരിടുന്നതായി നമുക്ക് കാണാം. കർത്താവ് പോലും അവൾക്ക് പ്രതികൂലമായിരുന്നോ എന്ന് തോന്നിപ്പോകുന്നു. ഒരമ്മയുടെ ഹൃദയവേദനയോടുകൂടി കർത്താവിനോട് അടുത്തു വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 23-ൽ അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ മൗനം എത്ര ആഘാതമായിരിക്കും അവളിൽ ഉളവാക്കിയത്.
കർത്താവിനെക്കുറിച്ച് കേട്ടറിഞ്ഞതിന് വിപരീതമായ ഒരു അനുഭവമായിരുന്നു അവൾക്ക് ഇതെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. എന്നാലും അവൾ എന്താണ് അവിടെ ചെയ്യുന്നത്? അവൾ പിന്മാറുന്നില്ല. ഒന്നുകൊണ്ടും നിരാശപ്പെടാതെ കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് 25-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഈ സ്ത്രീയുടെ താഴ്മ നമുക്ക് കാണാം. കർത്താവ് വീണ്ടും പറയുകയാണ്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന്. ഒരുപക്ഷെ ഇതൂടെ കേട്ടപ്പോൾ അവൾക്ക് അവിടെ നിന്ന് മടങ്ങിപ്പോകാമായിരുന്നു. പക്ഷേ കർത്താവിനോട് അവൾ പറയുന്നത്, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറയുന്നതായി നമുക്ക് കാണാം. ഈ വാക്കാണ് കർത്താവിനെ കീഴ്പ്പെടുത്തിയത്. അവൾ ഈ വാക്ക് പറയുമ്പോൾ അവൾ മറ്റൊരു ജാതിയിൽ നിന്ന് വന്നതാണ്, അവൾ ഇതൊന്നും അർഹിക്കുന്നവളല്ല എന്ന് താഴ്മയോടെ കർത്താവിനോട് സമ്മതിക്കുക കൂടിയായിരുന്നു. അപ്പോഴാണ് കർത്താവ് അവളുടെ വിശ്വാസത്തെ പ്രശംസിക്കുന്നത്. അപ്പോൾ തന്നെ അവളുടെ മകൾക്ക് സൗഖ്യം ലഭിച്ചതായും നമുക്ക് മനസ്സിലാക്കാം. ഈ കനാന്യയുടെ സ്ത്രീയുടെ സംഭവത്തിൽ നിന്ന് നമുക്കെന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? ഒന്നാമതായി, സ്ത്രീയുടെ ജനനം അവൾക്ക് അനുകൂലമല്ലായിരുന്നു. അവളുടെ പരിജ്ഞാനക്കുറവ് അവൾക്കെതിരായിരുന്നു. രണ്ടാമതായി, ശിഷ്യന്മാർ അവൾക്കെതിരായിരുന്നു. ഇതിനൊക്കെ പുറമെ കർത്താവ് പോലും അവൾക്കെതിരായിരുന്നുവോ എന്ന് സംശയിക്കത്തക്ക ഒരു നിലയിലായി. പക്ഷേ ഇവയെല്ലാം അതിജീവിക്കുന്നതായിട്ടുള്ള ഒരു വിശ്വാസം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാൻ നമുക്ക് കഴിയണം. ഒരിക്കലും പ്രതികൂലങ്ങൾ നമ്മെ കീഴ്പ്പെടുത്തുവാൻ നാം ഇട കൊടുക്കരുത്. ഒരുപക്ഷെ നമ്മുടെ ചുറ്റുമുള്ളവർ നമുക്ക് പ്രതികൂലമായിരിക്കാം, നമ്മുടെ ജോലിയിലുള്ളവർ നമുക്ക് പ്രതികൂലമായിരിക്കാം. ചിലപ്പോൾ കർത്താവ് പോലും നമ്മെ കൈവിടുകയാണോ എന്ന് തോന്നിപ്പോകുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ വരാം. പക്ഷേ പതറാതെ നിൽപ്പാൻ നമുക്ക് കഴിയണം. ഇന്നത്തെ ചിന്താവിഷയം അതുതന്നെയാണല്ലോ. സകലർക്കും വീണ്ടെടുപ്പ് സാധ്യമാക്കുന്ന യേശുക്രിസ്തു മറ്റുള്ളവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി പതറാത്ത വിശ്വാസത്തോടുകൂടി നമുക്ക് നിൽക്കുവാനായിട്ട് സാധിക്കണം. നമ്മൾ നേടിയെടുക്കുന്നത് വരെ നമ്മൾ കർത്താവിനോട് യാചിക്കുന്നവരായിട്ട് തീരണം. മടുത്തു പോകാതെ നമുക്ക് അപേക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്രകാരം പതറാതെ നിന്നുകൊണ്ട് വിശ്വാസത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തി മറ്റുള്ളവരുടെ വീണ്ടെടുപ്പിനായി പ്രവർത്തിക്കുവാൻ കർത്താവ് യേശു മശിഹ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.